ഹിസ്റ്റീരിയ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന പിശാചാണ്. കണക്ക് സാറ് വരുമ്പോഴേക്കും ക്ലാസ്സിലങ്ങ് ബോധം കേട്ട് വീഴും. അല്ലെങ്കിൽ എനിക്ക് ചങ്കുവേദന, അപ്പനും അമ്മയും കൂടെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ്ങൊക്കെ നടത്തി കഴിയുമ്പോൾ ഒന്നുമില്ലെന്ന് പറയും, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള രോഗം, എനിക്ക് വയറ്റുവേദന, ചങ്കുവേദന, കാലുവേദന, തലവേദന, മാറി മാറി വരുന്ന വേദന, ശരിക്കും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് കളിക്കുന്ന കളിയാണ് ഇത്. ഒരു വല്ലാത്ത പിശാചാണ്. ഇതിന് നമ്മൾ മറ്റുള്ള അഭിമുഖീകരിക്കാൻ ഉള്ള ശക്തി കൊടുക്കണം ഓരോരുത്തർക്കും. പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഒളിച്ചോടാതെ അഭിമുഖീകരിക്കുന്നൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹിസ്റ്റീരിയ രോഗം മാറും. അതിൻ്റെ ലക്ഷണം ബോധം കെട്ട് വീഴുന്നു, ഇങ്ങനെ ശരീരത്തിൽ അവിടെ ഇവിടെയും വേദന എന്നുള്ളതാണ്, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, ഞാൻ ചത്തുപോകുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള തലം, ഇങ്ങനെയുള്ള തിന്മയിൽ നിന്ന് കർത്താവേയും. ഇത് ചിലപ്പോഴൊരു പൈശാചിക ബന്ധനമാകാം. കുഞ്ഞുനാൾ മുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം സുഖലോലുപതയും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തുന്ന പിള്ളേരിൽ, ചെറുപ്പക്കാരിൽ, വലിയവരിലും ഒക്കെ കാണാം ഇത്. പിന്നെ ഈ സാധനം തന്നെയാണ് പിശാചി ബാധ, പ്രേതബാധ എന്നൊക്കെ പറയണത്. ഇതിന് സാധാരണ ഹിപ്നോട്ടിസം, സൈക്കോ അനാലിസിസ്, അതുപോലെ തന്നെ ആന്തരിക സൗഖ്യം, ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകളിലൂടെ ധ്യാനം, പ്രാർത്ഥന, ഇതിലൂടെയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. കർത്താവ് ഹിസ്റ്റീരിയ രോഗികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ, രോഗശാന്തി നൽകണമേ. കർത്താവെ, ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ അസ്വസ്ഥയുള്ളവർക്ക് ഫോൺ നമ്പറിൽ വിളിക്കാം, 9447465414. ഹിസ്റ്റീരിയ രോഗത്തെ പെട്ടെന്ന് സുഖപ്പെടുത്താനായിട്ട് ആശുപത്രിയും വേണ്ട, സ്കാനിങ്ങും വേണ്ട, സുഖപ്പെടുത്താൻ സാധിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.